പുരസ്കാരങ്ങൾ അർഹതപ്പെട്ടവർക്ക് ലഭിക്കുമ്പോഴാണ് അതിന് സൗകുമാര്യം ഉണ്ടാകുന്നതെന്ന് നോവലിസ്റ്റും മാധ്യമപ്രവർത്തകനുമായ GR ഇന്ദുഗോപാൽ തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് ബഷീർ പുരസ്കാരം കവി PN ഗോപികൃഷ്ണന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുഴയോരത്ത് പാലംകടവിൽ ബഷീറിന്റെ ഓർമ്മകളും കഥാപാത്രങ്ങളുമൊക്കെ മരണമില്ലാതെ സ്പന്ദിക്കുന്നിടത്ത് ബഷീറിന്റെ ഓർമ്മകൾ നിലനിർത്താൻ കൃഷ്ണശിലയിൽ ബഷീറിന്റെ അർദ്ധകായ പ്രതിമ തീർത്തത് ഏറെ അർത്ഥവത്തായെന്ന് നോവലിസ്റ്റും മാധ്യമപ്രവർത്തകനുമായ GR ഇന്ദുഗോപാൽ പറഞ്ഞു. മുഖ്യധാരയുമായി ഇത്രയും കണക്ട് ചെയ്യുന്ന പാലത്തിനടിയിൽ കടവിൻ്റെ വശത്ത് ബഷീറിൻ്റെ ഓർമ്മകൾ കഥാപാത്രങ്ങളിലൊക്കെ മരണമില്ലാതെ സ്പന്ദിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഈ ഇത്രയും ഒരിക്കലും എത്രയൊക്കെ നമ്മളെല്ലാം കടന്നുപോയാൽ പോലും ബഷീറിൻ്റെ ഓർമ്മകൾക്കും ആ പ്രതിമയ്ക്കും യാതൊരുവിധ ഛേദവും ഉണ്ടാകരുത് എന്നുള്ള ഒരു സങ്കല്പത്തെ പ്രതിയാണ് ഇത്രയും പണം ചെലവാക്കി ഈ ഒരു കൃഷ്ണശിലയിൽ ഇങ്ങനെയൊരു ശില്പം നിർമ്മിച്ചതെന്ന്. തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് ബഷീർ പുരസ്കാരം കവി PN ഗോപികൃഷ്ണന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് PK ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. ചരിത്രബോധവും അദ്ദേഹത്തിന്റെ സാമൂഹ്യ ബോധവും എല്ലാം ഈ കവിതയിൽ ഇങ്ങനെ പ്രതിഫലിക്കുന്ന ഒരു എഴുത്തുകാരൻ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. ഏത് നിലകളിൽ നോക്കിയാലും ജീവിതത്തെ സമ്പൂർണമായ അർത്ഥത്തിൽ നോക്കി കണ്ട് ഏറ്റവും ശക്തമായ ഉപാധിയായി തൻ്റെ കവിതയെ അദ്ദേഹം ഉപയോഗിക്കുക, അദ്ദേഹം സ്വയം നിർണയിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ. പ്രൊഫസർ SK വസന്തൻ ബഷീർ അനുസ്മരണ പ്രസംഗം നടത്തി. ലോകത്തിന്റെ ഇരുട്ട് മുഴുവൻ പിഴിഞ്ഞെടുത്തുണ്ടാക്കിയ ചിരിയായിരുന്നു ബഷീറിന്റേതെന്നും ബഷീറിന്റെ പ്രേമലേഖനം കുട്ടികൾക്ക് പോലും ഏറെ സന്തോഷത്തോടെ വായിക്കാനാകുമെന്നും PN ഗോപികൃഷ്ണൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ഈ ബഷീറിന്റെ ചിരി എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ഇരുട്ട് മുഴുവൻ പിഴിഞ്ഞെടുത്തുണ്ടാക്കിയ ചിരിയാണ്. നമ്മളിപ്പോ കേട്ടാൽ അത്ഭുതപ്പെടും. പ്രേമലേഖനം പോലെയുള്ള ഒരു കൃതി ഇപ്പൊ നമുക്ക് സസന്തോഷം വായിക്കാവുന്ന, കുട്ടികൾക്ക് പോലും വളരെ സസന്തോഷം വായിക്കാവുന്ന സാറാമയും കേശവൻ നായരും തമ്മിലുള്ള ആ പ്രണയകഥ, അല്ലെങ്കിൽ ഹൃദയം യൗവനതീഷ്ണവും പ്രേമസുരഭിലവുമായ ആ കാലത്തെ കൃതി എന്ന് പറയുന്ന ചിരി മാത്രം, ഒരുപക്ഷെ വെളിച്ചം മാത്രമുള്ള ഒരു കൃതി തിരുവിതാംകൂറിൽ ഏതാണ്ട് 3 കൊല്ലത്തോളം നിരോധിക്കപ്പെട്ടു. ഈ ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യം നിരോധിക്കുന്ന പുസ്തകങ്ങളിലൊന്നാണ് അതാണ്. ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഡോക്ടർ VK ജോസ്, ഡോക്ടർ CM കുസുമൻ, ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി TN രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. അവാർഡ് സമർപ്പണത്തിന് മുന്നോടിയായി കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് ഹൈസ്കൂളിലെ സംഗീതാധ്യാപിക നിമിഷ മുരളിയുടെ സംഗീതാർച്ചനയും നടത്തി. ന്യൂസ് ബ്യൂറോ, വൈക്കം. എന്താ ഒരു ആലോചന? നല്ലൊരു ആലോചനയാണ്. അതെന്താ ആലോചന? ഒരു കല്യാണാലോചന. എവിടുന്നാ? ചാവറ മാട്രിമോണിയിൽ നിന്ന്. ഇനി ഒന്നും ആലോചിക്കണ്ട, നല്ല ആലോചനകൾക്ക് ചാവറ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യൂ.